ചേച്ചി ആ ലതയോ നിനക്ക് അപ്പുറത്തല്ലേ ജോലി? രാവിലെ തന്നെ ജോലി കഴിഞ്ഞു ചേച്ചി. അപ്പൊ എനിക്ക് തോന്നി ചേച്ചിനെ ഒന്ന് കണ്ടിട്ട് പോവാൻ. ചേച്ചിയുടെ ജോലി എന്തായി? എന്താവാൻ, നീ വന്നു തുടങ്ങിയ ശേഷം എളുപ്പമായിരുന്നു. ഇപ്പൊ 3 ദിവസം നീ ഇല്ലല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അയ്യോ അതൊന്നും സാരമില്ല. ജോലി എന്താ ഉള്ള പറ, ഞാൻ ചെയ്തു തരാം ചേച്ചി. പിന്നെ അപ്പുറത്തെ കാര്യം പറഞ്ഞായിരുന്നോ? എന്താ? ആലിസ് ചേച്ചി ഡോക്ടറും കൂടിയേ ടൂർ പോവാൻ പോവാന്ന് അടുത്ത ആഴ്ച. എങ്ങോട്ട്? കൊടൈക്കനാലല്ലേ. ആലിസ് ചേച്ചിയുടെ ഒരു ഭാഗ്യം തന്നെ അല്ലേ. ആലിസ് ചേച്ചി എന്ത് പറഞ്ഞാലും ഡോക്ടർ സമ്മതിക്കും. സമ്മതിക്കാലോ, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, പറയത്തക്ക ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല. പിന്നെ ആഘോഷിക്കാമല്ലോ. ഇവിടെ ഒരാളുണ്ട്, ടൂറ് പോകുന്നത് പോയിട്ട് ഒരു മിഠായി വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ സമ്മതിക്കൂല. പിശുക്ക് കണ്ടുപിടിച്ചതേ സത്യേട്ടൻ. ചേച്ചി നിർബന്ധിച്ചാ മതി, സാറ് സമ്മതിക്കും. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എല്ലാ മാസവും ഞാൻ എവിടെയെങ്കിലൊക്കെ പോയി അറുമതിച്ചേനെ ഞാൻ. അത് ജീവിതത്തിലൊരു രസമല്ലേ ചേച്ചി? അത് സാധാരണ മനുഷ്യർക്ക്. ഇവിടെയുള്ള സാർ ആ ടൈപ്പിൽ പെടൂല. ജോലി എടുക്കുക, പൈസ സമ്പാദിക്കുക, ആ പൈസയൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുക. അതാണ് സാറിന്റെ ഒരു ലൈൻ. അങ്ങനെയുള്ള ആളോട് ടൂറിന്റെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും നീ നിക്ക്, ഞാൻ ഈ ചായ കൊടുത്തിട്ട് വരാം. ഭയങ്കര ചൂടാന്നല്ലാതെ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ ചൂട് കൊണ്ടുവെക്കരുതെന്ന്. സത്യേട്ടാ, സത്യേട്ടൻ അറിഞ്ഞോ അപ്പുറത്തെ ആലീസും ഡോക്ടറും കൂടെ ടൂറ് പോകുന്ന കാര്യം? അത് നീ എങ്ങനെ അറിഞ്ഞു? ആ മൃഗം തന്നെ നിന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. അതാണ് പ്രശ്നം. അതെ, അവൻ ടൂറ് പോണെങ്കിൽ പൊക്കോട്ടെ, അതെന്തിനാ നിന്നെ അറിയിക്കുന്നേ? അപ്പൊ അവന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ടൂറ് പോണെന്ന് അറിയിച്ച് ഭാര്യ സമ്പന്നനായ ഒരു ഭർത്താവാണെന്ന് നിന്നെ അറിയിക്കുക. അതുവഴി നിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുക. ഇതുപോലെ ഭാര്യ സ്നേഹികളായിട്ട് നടിക്കുന്ന പല ഭർത്താക്കന്മാരും ലോക കോഴികളാണ്. അവര് മറ്റു സ്ത്രീകളെ വളയ്ക്കാൻ വേണ്ടി ഇതല്ല ഇതിലപ്പുറമുള്ള വേറെ നമ്പറും കാണിക്കും. അപ്പൊ സത്യേട്ടൻ അറിയാം ഭാര്യമാരെ ടൂർ കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരോട് സ്ത്രീകൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ആണെന്ന്. എന്നിട്ട് എന്താ എന്നെ ടൂർ കൊണ്ടുപോകാത്തെ? നിന്റെ സ്നേഹവും ബഹുമാനവും കിട്ടാൻ വേണ്ടി എനിക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് കാര്യം. ഞാൻ പാവമായതുകൊണ്ട് എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ. അതൊന്നുമല്ല, നിന്നെ ഞാനിപ്പോൾ കാശ് ചിലവാക്കി അമേരിക്കയിൽ ടൂർ കൊണ്ടുപോയാലും നീ എന്നെ ബഹുമാനിക്കില്ലാതെ എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഇതിന് വെറുതെ പൈസയും സമയം കളയണത്. എന്ത് പിശുക്ക സത്യേട്ടാ ഇത്? നമ്മളിങ്ങനെ പൈസക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? ചെലവാക്കാല്ലേ നമ്മൾ പൈസ ഉണ്ടാക്കുന്നേ? നമ്മളല്ല, ഞാനാണ് പൈസ ഉണ്ടാക്കുന്നത്. അത് ചെലവാക്കാൻ വേണ്ടി തന്നെയാ, പക്ഷെ ആവശ്യത്തിന് ചെലവാക്കണം. സത്യന്റെ കണ്ണിൽ എന്താണ് ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്തത്? 3 നേരം ഭക്ഷണം കഴിക്കാൻ ചെലവാക്കുന്നത് ആവശ്യമാണ്, പക്ഷെ ഈ ടൂർ പോകാൻ വേണ്ടി ചെലവാക്കുന്നതൊക്കെ അനാവശ്യം. അപ്പൊ ഈ ലോകത്ത് ടൂർ പോകുന്നവരെല്ലാം അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുന്നവരാണ് അർത്ഥം. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ. കഷ്ടം. ഈശ്വര, ഇങ്ങനൊരു മനുഷ്യനാണല്ലോ എനിക്ക് കിട്ടിയത്. ഇത് തന്നെയാണ് അവന്റെ ഉദ്ദേശം. ഇപ്പൊ നീ ടൂർ പോകുന്ന കാര്യം പറഞ്ഞ് എന്നോട് വഴക്കിട്ടില്ലേ? വഴക്കിട്ടല്ലോ, അത് തന്നെയാണ് അവൻ ഉദ്ദേശിച്ചത്. ഇത് പുണ്യ സത്യേട്ടാ, ഇത് ഡോക്ടർ ഒന്നല്ല എന്നോട് പറഞ്ഞത്, ആ ലതയാ. അപ്പൊ ലത അവൻ പറഞ്ഞു വിട്ടതാ ആണ്. എന്റെ ദൈവമേ, എനിക്കെങ്ങും പോണ്ട. കഴിഞ്ഞല്ലോ പ്രശ്നം. ആരാ നോക്ക്? എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ പോയി നോക്ക്. ഹലോ ദിവാര സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ ജോർജ് കുട്ടിയാ. അതെ അതെ, സുഖമായിരിക്കുന്നു. സാർ സുഖമാണോ? സാർ, ഞാൻ വിളിച്ചത് എനിക്ക് അടുത്ത ആഴ്ച ഒരു 2-3 ദിവസത്തെ ലീവ് വേണമായിരുന്നു. അല്ല, വീട്ടിലെ കുറച്ച് അത്യാവശ്യം. ശരി സാർ, ഞാൻ മെയിൽ അയക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഡോക്ടറെ ഗുഡ് മോർണിംഗ്. രാവിലെ തിരക്കിലാണോ? തിരക്കൊന്നുമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സാറില്ലേ? ഉണ്ട് ഉണ്ട്. ആലീസ് അടുക്കളയിലായിരിക്കും അല്ലേ? അതെ അതെ. വിളിക്കണോ? വേണ്ട. പിന്നെ നിങ്ങൾ ടൂർ പോവാന്ന് പറയുന്ന കേട്ടല്ലോ. അങ്ങനെ ടൂറൊന്നും പറയാനൊന്നുമില്ല, ഒരു ചെറിയ ഒരു പരിപാടി. ചെറുതൊന്നുമല്ല, വലുതാ. ഒരാഴ്ച കഴിയും വരാനായിട്ട്. കൊടൈക്കനാലിലാ പോകുന്നത്. ഈ ചാൻ ഇങ്ങനെയാന്നേ, പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്യും. ഇപ്പതേ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചപ്പോ പറയാ നമുക്ക് ടൂറിന് പോവാന്ന്. അല്ലേ? എനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, യാത്ര ചെയ്യണ്ടേ. പിന്നെ ഇച്ചായന്റെ കൂടെ ആവുമ്പോ ഒരു രസം, ഒരു സന്തോഷം. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടേ ഇങ്ങനെ തന്നെയാന്നേ, എല്ലാ വർഷവും എന്നെ ടൂറിന് കൊണ്ടുപോകും. അത് നല്ലതല്ലേ.
ജീവിതത്തിൽ ഒരു രസം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. ആ, അതെ. ഇപ്പൊ തന്നെ പറയാ കാശ്മീര് പോവാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, കൊടൈക്കനാല് മതിയെന്ന്. പിന്നെ ഇപ്പൊ എന്തൊരു ചൂടല്ലേ ആർച്ചേ. ഈ ചൂടിനെ കൊടൈക്കനാല് ബെസ്റ്റ് അല്ലേ? ആ കൊടൈക്കനാൽ ഇപ്പൊ നല്ലതാ, നല്ല ക്ലൈമറ്റാ. പിന്നെ പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോ വരാല്ലോ. ആർച്ചേ, ആ അതാ സത്യേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ആ ആ, ശരി. നിന്നെ ഏ? മുഖം കണ്ട അവരുടെ കടന്നല് കുത്തിയ പോലെ ഇരിക്കുക, മുഴുവൻ അസൂയ. ഞാൻ അവരുടെ മുഖത്ത് നോക്കിയാണല്ലോ, അവർക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ യാത്ര പോകുന്നതിൽ അവരെ അസൂയപ്പെടുന്ന എന്തിനടി? അതാ ഞാൻ ചോദിക്കണേ, എന്താ അസൂയപ്പെടുന്നതെന്ന്. ഓ, വല്ലാത്തൊരു സ്വഭാവം തന്നെ അവരുടെ. ഇച്ചനെ അറിയാഞ്ഞിട്ടാ. ശരിയാ, വല്ലാത്തൊരു സ്വഭാവം തന്നെ. ഉണ്ണിയാർച്ചയുടെ ആർച്ചേ, ഞാനൊന്ന് കാര്യഗൗരവമായി ചിന്തിച്ചപ്പോഴാണ് നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ എന്ത് പറഞ്ഞേല്? ടൂർ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂറെല്ലാം പോകണം. അതല്ലേ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമൊക്കെ. സത്യേട്ടൻ എന്താ ആളെ കളിയാക്കുകയാണോ? ആർച്ച, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂറെല്ലാം പോകണം, അതൊരു രസമല്ലേ? അങ്ങനെയല്ലല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞത്. ടൂർ പോകുന്നവർക്കൊക്കെ തലയ്ക്ക് വട്ടാണെന്നല്ലേ? അതൊരു തർക്കം വന്നപ്പം വെറുതെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ട്. പക്ഷെ ഇതിപ്പോൾ ഞാൻ കാര്യമായിട്ട് പറയണതാ. പറ ആർച്ച, ആർച്ചയ്ക്ക് എവിടെ ടൂർ പോകണം പറയേ. ഇതെന്താ പെട്ടെന്നൊരു മനംമാറ്റം? ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇതാണ് നിന്റെ കുഴപ്പം. സ്നേഹത്തോടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ സംശയം. ഇതിപ്പോൾ എൻ്റെ ഉള്ളിൽ കള്ളത്തരമൊന്നുമില്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പറയേ, നിനക്ക് എവിടെ ടൂർ പോകണം? അങ്ങനെയാണെങ്കിൽ അവർ കൊടൈക്കനാലിലാണ് ടൂർ പോകുന്നത്. അവിടെയാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. തണുപ്പുള്ള സ്ഥലമല്ലേ, അത് വേണ്ട. ഇനി അവിടെ ചെന്ന് തണുപ്പടിച്ചാൽ മോക്ക് ചിലപ്പോൾ ജലദോഷ പനിയോ വന്നാൽ പിന്നെ അത് അതിലും വലിയ പ്രശ്നമാവും. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അങ്ങനെയൊന്നുമില്ല, അവർക്ക് പനിയൊന്നും വരില്ല. പക്ഷേ അത് വേണ്ട, അവിടെ പോണ്ട. വേറെ ഏതെങ്കിലും നല്ല സ്ഥലമാണെങ്കിൽ അത് പറയേ. എന്നാ മൂന്നാറിൽ പോയാലോ? മൂന്നാറും തണുപ്പുള്ള സ്ഥലമല്ലേ. വേറെ എവിടെയെങ്കിലും നല്ല സ്ഥലം. പിന്നെ എവിടെയാ സത്യേട്ടന്റെ മനസ്സിലുള്ള സ്ഥലം? നമുക്കേ മുണ്ടാകുന്നി പോയാലോ? ഉണ്ടാകുന്ന നല്ല മനോഹരമായ സ്ഥലമല്ലേ. അതെവിടെയാ? എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടന്ന് മുണ്ടാകുന്നിലെത്താം. എന്ത് രസമുള്ള സ്ഥലം എന്ന് പറയാൻ മാർച്ചേ. ഭയങ്കര നിശബ്ദതയാണ് അവിടെ, ഒരു കുഞ്ഞും ശല്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാലത്ത് അവിടെ ചെന്നുണ്ടല്ലോ, വൈകുന്നേരം വരെ അവിടെ ഇരിക്കാൻ തോന്നും. അത്ര മനോഹരമായ സ്ഥലമാണ്. നമുക്ക് അവിടെ പോയാലോ? ഞാൻ ആദ്യമേ ചോദിച്ചു ആളെ കളിയാക്കണോന്ന്. ടൂറ് പോകാൻ പറ്റിയ സ്ഥലം മുണ്ടാകുന്ന്. അതിലും ഭേദം സത്യേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ടൂർ പോകുന്ന. അവിടെ ആകുമ്പോൾ പലതരത്തിലുള്ള ആളുകളെയും കാണാം, യൂണിഫോം ഇട്ടിരിക്കുന്ന ചെമ്പാൻസികളെ കാണാം. ദേ ഇനി ഓരോന്നും പറഞ്ഞോണ്ട് എന്റെ പിന്നാലെ വന്ന ഒരു സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട. സത്യേട്ട പണി നോക്കി പോവാൻ നോക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഒന്നും പറയണ്ടെന്നേ. പൈസ മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് സത്യേട്ടൻ നിൽക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ ആഗ്രഹം പിൻവലിച്ചു. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? നിനക്ക് ടൂറ് പോകണം. നമ്മൾ ടൂറ് പോകാൻ തീരുമാനിച്ചു. അതും നീ പറഞ്ഞ പോലെ നമ്മൾ കൊടൈക്കനാലിൽ പോകാൻ തീരുമാനിച്ചു. അടുത്ത നമ്പറാണ് ആർച്ചേ, നീയാണ് സത്യം. നമ്മൾ കൊടൈക്കനാലിൽ പോയിരിക്കും. ഈ നൂറ്റാണ്ടിലെങ്ങാനും നടക്കുവോ? നമ്മൾ ഈ മാസം തന്നെ പോയിരിക്കും. ഉറപ്പിച്ചോ? പിന്നെ നീ പറഞ്ഞ വ്യവസ്ഥകൾ ഞാൻ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്ന 1-2 കാര്യങ്ങളും കൂടി നീ സമ്മതിക്കണം. എന്ത് കാര്യം? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊക്കെ ഞാൻ പറയാം. പിന്നെ കുഴപ്പം പിടിച്ച കാര്യമൊന്നുമില്ല. വെറുതെ നീ വാശി പിടിച്ച് എതിര് പറയരുത്, അത്രേ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ചാ പറ. ആർച്ചേ, കാര്യം ഞാൻ പറയാം. എന്തായാലും നമ്മൾ ഈ മാസം കൊടൈക്കനാലിൽ ടൂറ് പോകാൻ തീരുമാനിച്ചു. സത്യം, സത്യം.